ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു 4 weeks ചലഞ്ചുമായിട്ടാണ്. ഇതിന് മുന്നേ ഞാൻ 7 days അലോവേര ജെൽ ചലഞ്ചൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലൊരു ചലഞ്ചാണിത്. എനിക്ക് ബേസിക്കലി പുരികത്തിൻ്റെ കട്ടി വളരെ കുറവാണ്. അതുകൂടാതെ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് പുരികം കൊഴിഞ്ഞു പോകാനും തുടങ്ങി. എന്തുകൊണ്ടാണെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. മേ ബി ഹോർമോണൽ ചേഞ്ചസിൻ്റെ കാരണമായിരിക്കാം, അതല്ലാണ്ട് വേറെന്താ റീസണാണ് ഉണ്ടാവുകയെന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ ഊഹമാണത്. എനിവേയ്സ്, അപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ പുരികമില്ലാത്ത മുഖമായി മാറും, അത് വലിയ വൃത്തികേടായിരിക്കും എന്നൊക്കെ അറിയുന്നതുകൊണ്ട് തന്നെ ഞാൻ റിയലൈസ് ചെയ്തു. കാരണം ഞാൻ ബേസിക്കലി ഇങ്ങനെ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഒന്നും ആയിട്ടുള്ള ഒരാളല്ല. പോകുന്നിടത്തോളം പോട്ടെ എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്തായാലും ഇത് പുരികം കൊഴിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്കും എൻ്റെ കോൺഫിഡൻസ് കുറച്ചൊന്ന് കുറയാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ പുരികം വളർത്താനുള്ള വല്ല മാർഗ്ഗം ഉണ്ടോ നോക്കാം എന്നും പറഞ്ഞിട്ട് ഞാൻ ഗൂഗിളിൽ കയറി തപ്പി, യൂട്യൂബിൽ കയറി തപ്പി, അങ്ങനെ പലയിടത്തും കയറി ഇറങ്ങി ലാസ്റ്റ് എനിക്കൊരു വീഡിയോ കിട്ടി. അത് ഷിഹാന ഷാസ് എന്ന് പറഞ്ഞ കുട്ടിയുടെ ഒരു വീഡിയോ ആണ്. അവളുടേത് കുറച്ച് എനിക്ക് ജെനുവനായിട്ട് തോന്നി. ഇത് വർക്ക് ആവുമെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് ആ ഒരു പെർട്ടിക്കുലർ വീഡിയോ കുറച്ച് ജെനുവനായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനത് ട്രൈ ചെയ്യാനും തീരുമാനിച്ചു. എന്നാൽ പിന്നെ ഇതൊരു വീഡിയോ ആക്കി കളയാമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ ഇപ്പോൾ ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ ഫോളോ ചെയ്യുവാണെങ്കിൽ 4 ആഴ്ചയ്ക്കുള്ളിൽ വലിയ മാറ്റം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. നല്ല കട്ടിപ്പുരികം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് വിത്ത് പ്രൂഫ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല വിശ്വാസം വരും, ഇത് വർക്ക് ആവോ ഇല്ലയോ എന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇന്ന് ആദ്യമായിട്ടാണ് അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിന് മുന്നേ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ഡേ ആണിത്. ഈ ഫസ്റ്റ് ഡേ മുതൽ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 4 weeks ഇത് ഞാൻ അപ്ലൈ ചെയ്യും. അത് അവർ അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് ഡേ ടൈം അല്ല, രാത്രി ഉറങ്ങുന്നതിന് മുന്നേ. ഇപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 10-11 മണിയായി ഈ വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉറങ്ങാൻ വേണ്ടി പോകുന്നതിന് മുന്നേ ഈ വീഡിയോ പറഞ്ഞ് കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്തിട്ട് പോയി കിടന്നുറങ്ങാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ ഇരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇനി അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എൻ്റെ കയ്യിൽ ഈ സാധനം റെഡി ആയിട്ടുണ്ട്. ഇത് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ പിന്നെ സൂക്ഷിക്കാനാണ് പറയുന്നത്. പിന്നെ 1 time പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് ഒരു മാക്സിമം 1 week അല്ലെങ്കിൽ 2 weeks വരെ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ളത് ആ കുട്ടിയുടെ വീഡിയോയിൽ തന്നെ പോയി കാണാവുന്നതാണ്. ഷിഹാന ഷാസ് എന്നാണ് അവരുടെ പേര്. പിന്നെ അതിനകത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി കാണാം. അതല്ല നിങ്ങൾക്കിപ്പോൾ ഇതൊക്കെ തപ്പിക്കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഏത് ഷിഹാന ഷാസ് എന്ന് വെച്ചിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചിലപ്പോൾ ഇനിയിപ്പോൾ എൻ്റെ ആരെങ്കിലും വീഡിയോ കാണുന്നവർ ഷിഹാന ഷാസിൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊല്ലരുത്. ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ്, അതായത് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് തപ്പി കണ്ടുപിടിക്കാനൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്ത സംഭവം അതുപോലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഭയങ്കര ക്ലാരിറ്റിയോട് കൂടിയിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഒരു കയ്യിൽ ഈ സംഭവം ചെയ്യണം, ഒരു കയ്യിൽ ഫോണും ഉണ്ട്. അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് വീഡിയോ ഒക്കെ ചെയ്ത് തീർത്തത്. അപ്പോൾ എന്തായാലും ഷിഹാന ഷാസിൻ്റെ വീഡിയോ ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ തപ്പി കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ആ ഒരു വീഡിയോ പ്ലേ ചെയ്യാം, എങ്ങനെയാണ് ഞാൻ ഈ ഒരു സംഭവം പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം എന്നുള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഫസ്റ്റ് വേണ്ടുന്നത് ചെറിയ ഉള്ളിയാണ്. വലിയ ഉള്ളി ഇതിനെ യൂസ് ചെയ്യാനേ പാടില്ല. ചെറിയ ഉള്ളി മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അതൊരു 9 അല്ലിയോളം എടുക്കാം. പിന്നെ അത് കൂടാതെ വേണ്ടുന്നതെന്ന് വെച്ചാൽ പാരഷൂട്ട് ഓയിൽ, അല്ലെങ്കിൽ പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന നോർമൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം. അത് കൂടാതെ പിന്നെ വേണ്ടുന്നത് ആവണക്കെണ്ണ എന്ന് പറയുമ്പോൾ നമ്മുടെ കാസ്റ്റർ ഓയിൽ. അത് കോൾഡ് പ്രസ്ഡ് ആണോ എന്നുള്ളത് ആ കുട്ടി അതിനകത്ത് പറഞ്ഞിട്ടില്ല. സാധാരണ എല്ലാവരും പറയുക കോൾഡ് പ്രസ്ഡ് ഓയിൽസ് ആണ് നല്ലത് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കോൾഡ് പ്രസ്ഡ് ആവണക്കെണ്ണയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ചിട്ട് വാങ്ങാം. കാരണം ആ കുട്ടി അതിനകത്ത് സ്പെസിഫൈ ചെയ്തിട്ടില്ല ഏത് ടൈപ്പ് ഓഫ് ആവണക്കെണ്ണയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല. എനിവേസ് ഞാൻ യൂസ് ചെയ്തത് കാസ്റ്റർ ഓയിൽ, കോൾഡ് പ്രസ്ഡ് കാസ്റ്റർ ഓയിലാണ്. അപ്പോൾ എന്തായി, ഉള്ളി പറഞ്ഞു, കാസ്റ്റർ ഓയിൽ പറഞ്ഞു, പിന്നെന്താ പറഞ്ഞേ, ഓക്കെ. പിന്നെ നമ്മുടെ സാധാരണ കോക്കനട്ട് ഓയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ടിയ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ പാരഷൂട്ട്. കാരണം ആ കുട്ടി അവിടെ പാരഷൂട്ടാണ് യൂസ് ചെയ്തത്. ഞാൻ നല്ല പച്ച വെളിച്ചെണ്ണ ആട്ടിയതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടുന്നത് അലോവേര ജെല്ലാണ്. അലോവേര ജെൽ ആ കുട്ടി എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെൽ തന്നെ വേണം. അതല്ലാതെ നമ്മുടെ അലോവേര എടുത്തിട്ട്
നമ്മുടെ റോ അലോവേര എടുത്തിട്ടുള്ള ജെല്ലല്ല വേണ്ടുന്നത്. ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ബോട്ടിലിൽ കിട്ടുന്ന അലോവേര ജെല്ല് തന്നെ വേണമെന്നാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ റീസൺ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ബട്ട് അതുകൊണ്ട് തന്നെ ഞാൻ പുതിയൊരു ബോട്ടിൽ വാങ്ങി അതാണ് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റ്സ് മാത്രമേ ഇതിന് ശരിക്കും ആവശ്യമുള്ളൂ. ചെറിയ ഉള്ളി, അലോവേര ജെൽ, പിന്നെ കാസ്റ്റർ ഓയിൽ, പിന്നെ കോക്കനട്ട് ഓയിൽ, ഇത്രയും മാത്രമേ ആവശ്യമുള്ളൂ. ഇനി നിങ്ങൾക്ക് നേരെ ആ വീഡിയോയിലേക്ക് കിടക്കാം. ഞാൻ പ്രിപ്പയർ ചെയ്തത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണാം. പോയിട്ട് വാ. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 12 അല്ലി ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു മിക്സിയിലിട്ട് അടിക്കാൻ പാടില്ല, വെള്ളം കൂട്ടുകയോ ഒന്നും ചെയ്യാൻ പാടില്ല. ഇതുപോലെ ഇടിച്ചിട്ട് തന്നെ എടുക്കണം. നല്ല നൈസായിട്ട് ഇടിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ ആവണക്കെണ്ണ ഒഴിക്കുക. അതേപോലെ തന്നെ 1 ടീസ്പൂൺ കോക്കനട്ട് ഓയിലും ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇളം ചൂട് തീയിൽ, ലോ ഫ്ലെയിമിൽ നന്നായിട്ട് ഒരു മിനിറ്റ് മുതൽ 2 മിനിറ്റ് വരെ ഇതുപോലെ വഴറ്റിയിട്ട് ഒന്ന് ഉള്ളി വാടുന്ന വരെയും ഇതുപോലെ വഴറ്റിയെടുക്കുക. എന്നിട്ട് ചായക്കൊക്കെ അരിക്കുന്ന അരിപ്പ ഉണ്ടാവുമല്ലോ, ആ അരിപ്പ വെച്ചിട്ട് ഇത് നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിൻ്റെ ഓയിൽ വേർതിരിച്ചെടുക്കുക. ഇതാണ് ആ ഓയിൽ. ഇതിലേക്ക് ഒരു പർട്ടിക്കുലർ കൺസിസ്റ്റൻസിയിൽ എത്തുന്നത് വരെയും അലോവേര ജെല്ല് ആഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. എന്ന് വെച്ചാൽ ഞാനിപ്പോൾ 2 സ്പൂൺ ആദ്യം ആഡ് ചെയ്തു, പിന്നെ അത് ഇളക്കി പിന്നെ ഇതുപോലെ ഇങ്ങനെ വിട്ട് വീഴണം. അപ്പോൾ അതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. അത് വരുന്നവരെയും അലോവേര ജെല്ല് ഇട്ടുകൊണ്ടിരിക്കുക, ഇളക്കിക്കൊണ്ടിരിക്കുക, നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടുള്ള, വെള്ളപ്പറ്റുണ്ടാവാൻ പാടില്ല, ഡ്രൈ ആയിട്ടുള്ളൊരു ബോട്ടിലേക്ക് ഇതിട്ട് സൂക്ഷിച്ച് വെക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1 ആഴ്ച മുതൽ 2 ആഴ്ച വരെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ഞാനിത് ഇവിടെ ഒരു ബോട്ടിലിനകത്ത് ഇത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ മാക്സിമം 1 to 2 വീക്സ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ എന്നാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും എക്സ്ട്രാ എക്സസ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ അത് നിങ്ങൾ കളഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ആ കുട്ടി, കളഞ്ഞേ പറ്റുമെന്നൊന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല. പക്ഷേ മാക്സിമം 1 to 2 വീക്സ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇത് പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും യൂസ് ചെയ്യാം. ആ കുട്ടി പറഞ്ഞു വെച്ചാൽ മീശ താടി ഇല്ലാത്തവർക്ക് പോലും ഇത് അപ്ലൈ ചെയ്ത് ഞാൻ വരും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എന്തായാലും എനിക്കിപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാൻ പറ്റില്ല. എനിക്കിപ്പോൾ പുരിക മാത്രമേ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ അവസ്ഥയിലാണ് എൻ്റെ പുരികുള്ളത്. ഇവിടെയൊന്നും തീരെ രോമം ഇല്ല. ഇത്തരം ഒരവസ്ഥയിലാണ് എൻ്റെ പുരികുള്ളത് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊന്നും അപ്ലൈ ചെയ്തിട്ടുമില്ല. നിങ്ങൾ ഇവിടെ അപ്ലൈ ചെയ്യാനൊന്നും ഇല്ല. എന്തായാലും ഇത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഒരു ബഡ്സ് എടുത്തിട്ടുണ്ട്. ഓവർനൈറ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഡേ ടൈമിലല്ല എന്ന് ആ കുട്ടി പറഞ്ഞിട്ടുണ്ട് ഉള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. എനിവേയ്സ്, രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുക, രാവിലെ എഴുന്നേറ്റ് അത് കഴുകിക്കളയുക എന്നുള്ള രീതിയിലാണ് ആ കുട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാനിനി ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. എവിടെയാണോ നിങ്ങൾക്ക് രോമം മുളയ്ക്കേണ്ടത് അവിടെ ഇത് അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ്. പക്ഷെ മുടിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നൊന്നും ആ കുട്ടി പറഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ ചിലപ്പോൾ ഇത് എക്സസ് വരുവാണെങ്കിൽ ചിലപ്പോൾ മുടിക്കൊക്കെ അപ്ലൈ ചെയ്തു എന്ന് വരും. അപ്പോൾ ഓക്കെ, ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ സ്മെല്ല് എന്നൊക്കെ പറഞ്ഞാൽ ഈ ഉള്ളിച്ചമ്മന്തിയൊക്കെ, പുളിയും ഉള്ളിയൊക്കെ കൂട്ടിയിട്ട് ഒരു ഉള്ളിച്ചമ്മന്തി ഉണ്ടാക്കും, പിന്നെ ചുവന്ന മുളകൊക്കെ ഇട്ടിട്ട്. അത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെയൊക്കെ സ്മെല്ലാണ് ഇതിന് വരുന്നത്. എനിക്ക് ഉള്ളിച്ചമ്മന്തിയൊക്കെ ഓർമ്മ വരുന്നു. എന്തായാലും ഇത് അപ്ലൈ ചെയ്യുകയാണേ. കുറച്ചെടുത്തു. പുരികത്തിന് എവിടെയൊക്കെയാണോ നമുക്ക് രോമം വേണ്ടുന്നത് അവിടെയൊക്കെ നീണ്ട് കിട്ടണമെങ്കിൽ അങ്ങനെയൊക്കെ അപ്ലൈ ചെയ്തിട്ട്, ഞാനിപ്പോൾ ഇത്രയും മാത്രമേ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഇപ്പുറവും ഈ ഇടതുവശം. കൺപീലിക്ക് കുറച്ച് അപ്ലൈ ചെയ്യാമേ. എന്താവും എന്നറിയില്ല, കിടക്കട്ടെ. എന്തായാലും അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. കുറച്ചധികം ഇട്ടേക്കാം. ഒരു ദിവസം തന്നെ കൊണ്ട് വരുന്നുണ്ടെങ്കിൽ വന്നോട്ടെ. പക്ഷെ വേണ്ട, ഓവറായി കഴിഞ്ഞാൽ ചിലപ്പം അധികമായാൽ അമൃതവും വിഷം എന്നല്ലേ പറയാം.
പിന്നെ ഇനിയിപ്പോൾ കാടും പടലൊക്കെ ഇവിടെ വന്നിട്ട് ലാസ്റ്റ് മറ്റേ ഇവരെയൊക്കെ വിളിക്കേണ്ടി വരും, തൊഴിലുറപ്പുകാരൊക്കെ വിളിക്കേണ്ടി വരുമോ കാട് വെട്ടാനായിട്ടേ? നോക്കാം. പിന്നെ ചില ആൾക്കാർക്കൊക്കെ ഡൗട്ട് ഉണ്ടാവും, ഇത് ഉള്ളിയല്ലേ, അപ്പം കണ്ണിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ, ചില കൺപീലിക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണ് നീറൂലേ എന്നൊക്കെ ഉള്ള ഡൗട്ട് ഉണ്ടാവും. പക്ഷേ ഇല്ല, ഒരു നീറ്റലും ഒന്നുമില്ല. നല്ല കൂളിംഗ് ഫീലാണുള്ളത്, നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഒരു അടിപൊളി സാധനം. സ്മെല്ലാണെങ്കിലും ഉള്ളിയുടെ ആ ഒരു ചീഞ്ഞ സ്മെല്ലൊന്നുമില്ല. ഒരു ഉള്ളി ചമ്മന്തിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞ ഉള്ളി ചമ്മന്തിയുടെ ഒരു സ്മെല്ലാണ്. എന്തായാലും ഇന്ന് ഫസ്റ്റ് ഡേ. ഇന്ന് മുതൽ ഒരു 1 മന്ത്, ഒരു 28 to 30 days ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഫൈനൽ റിസൾട്ട് വേറൊരു വീഡിയോയിലായിരിക്കും പറയാം. ഇതിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടാൻ ആഗ്രഹിക്കുന്നു. ഫൈനൽ റിസൾട്ട് അടങ്ങിയ വേറൊരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം. ജെന്യുവിൻ റിവ്യൂ ആയിരിക്കും ഞാൻ പറയാൻ വേണ്ടി പോകുന്നതും. ഓക്കെ, എനിവേയ്സ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു. തരാം.